കേരളത്തിൽ ഇതുവരെ 15 അമീബിക് മെനഞ്ചോ എൻകഫലൈറ്റിസ് കേസുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ 2 പേരെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് നമുക്ക് സാധിച്ചു. രോഗവിമുക്തരായി ഡിസ്ചാർജ് ചെയ്യുന്നതിന് 2 പേരെയാണ് ഇതിനോടകം നമുക്ക് അതിനിടയായിട്ടുള്ളത്. ആഗോളതലത്തിൽ തന്നെ നോക്കുമ്പോൾ അമീബിക് മെനഞ്ചോ എൻകഫലൈറ്റിസ് ബാധിച്ച 11 പേർ മാത്രമേ സർവൈവ് ചെയ്തിട്ടുള്ളൂ. അതിലേതാണ്ട് 98% അതിനപ്പുറം മരണനിരക്കുള്ള മോർട്ടാലിറ്റിയുള്ള ഒരു രോഗമാണ് അമീബിക് മെനഞ്ചോ എൻകഫലൈറ്റിസ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 7 പോസിറ്റീവ് കേസസ് ആണ് ഇതുവരെ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഒരാൾ 23-ാം തീയതി, ജൂലൈ മാസം 23-ാം തീയതി മരണപ്പെട്ടിട്ടുണ്ട്. 6 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. 2 പേർക്ക് രോഗം സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ 2 കേസസിന്റെയും രോഗം സംശയിക്കുന്ന 2 പേരുടെയും സാമ്പിളുകൾ എടുക്കുകയും അത് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ച 7 പേരിൽ 6 പേരും ഒരു കുളവുമായി ബന്ധപ്പെട്ട് അടുത്ത വെള്ളവുമായി അടുത്ത സമ്പർക്കമുള്ളവരാണ്. വാസ്തവത്തിൽ 21-ാം തീയതിയാണ് ഈ ആദ്യ കേസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തപ്പെടുന്നത്. അപ്പോൾ എത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ അതീവ ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥയിലാണ് അവിടെ എത്തപ്പെട്ടിട്ടുള്ളത്. ഏതാണ്ട് മണിക്കൂറുകൾക്ക് ശേഷം 23-ാം തീയതി മരണപ്പെടുകയും ചെയ്തു. ആദ്യ കേസിന് എങ്ങനെ രോഗം വന്നു എന്നുള്ള ആരോഗ്യ വകുപ്പിന്റെ അന്വേഷണത്തിലാണ് മറ്റുള്ളവർക്ക്, അതായത് രോഗസാധ്യതയുള്ളവരെ കണ്ടെത്താനായിട്ട് സാധിച്ചത്. അപ്പൊ ആദ്യ കേസ് ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മലിനമായ ജലം അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള വെള്ളം, ഇതുമായിട്ട് അടുത്ത സമ്പർക്കമുള്ളവർക്കാണ് പെട്ടെന്ന് രോഗം വരുന്നത്. സാധാരണ കുട്ടികളെയാണ് കൂടുതലായിട്ട് ഈ രോഗം ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ മുതിർന്ന ഒരാൾക്ക് രോഗം വന്നപ്പോൾ അത് എന്തുകൊണ്ട് എന്നുള്ളത് ആരോഗ്യ വകുപ്പ് വളരെ കൃത്യമായിട്ട് പരിശോധിച്ചു. ഇതിനു മുൻപ് തൃശൂർ ജില്ലയിലാണെന്ന് തോന്നുന്നു ഒരു അഡൽറ്റിന്, ഒരു മുതിർന്ന ഒരു വ്യക്തിക്ക് രോഗമുണ്ടായി, മരണം സംഭവിച്ചു. അപ്പൊ തിരുവനന്തപുരത്ത് രോഗമുണ്ടായി മരണം സംഭവിച്ച വ്യക്തിക്ക് എന്തുകൊണ്ട് രോഗമുണ്ടായി എന്നുള്ളത് പരിശോധിച്ചപ്പോൾ ഈ കുളവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ വെള്ളം വളരെ ശക്തമായി മൂക്കിലേക്ക് വലിച്ച് എടുക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ഇൻഹെയിൽ ചെയ്ത ആളുകൾ, ഇദ്ദേഹം അത് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു എന്നുള്ളത് ഡോക്ടേഴ്സ് കണ്ടെത്തി. കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഒരു ടീമിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവർക്കും ഏതാണ്ട് ഇതേ ഒരു ബിഹേവിയർ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്തി. അങ്ങനെ രോഗസാധ്യതയുള്ളവരെ കണ്ടെത്തി. 33 പേരാണ് ഈ കുളവുമായിട്ട് കുളിക്കുകയോ അല്ലെ കുളവുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് കണ്ടെത്തിയത്. ഇതുകൂടാതെ ആരോഗ്യവകുപ്പ് ഈ രീതിയിൽ പൊടിയോ പുകയിലയോ ഈ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് ഇൻഹെയിൽ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൂടി അന്വേഷിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു പരിശോധനയിൽ കൂടിയാണ് രോഗസാധ്യതയുള്ളവരെ കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ഇത് സംബന്ധിച്ച മറ്റ് പ്രവർത്തനങ്ങൾ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇവരുടെ ചികിത്സ നടത്തുന്നത്. രാജ്യത്ത് തന്നെ ഇതിനൊരു പ്രോട്ടോകോൾ ഉണ്ടായിരുന്നില്ല, ഒരു ചികിത്സാ പ്രോട്ടോകോൾ ഉണ്ടായിരുന്നില്ല. ലോകത്ത് അപൂർവമായിട്ടുള്ള രോഗമാണ്, പകർച്ചവ്യാധിയല്ല, ഇതൊരു പകർച്ചവ്യാധിയല്ല. എന്നാൽ മരണം സംഭവിക്കാവുന്ന, ഞാൻ പറഞ്ഞതുപോലെ ഉയർന്ന മോർട്ടാലിറ്റിയുള്ള രോഗമാണ്. SOP രാജ്യത്ത് ഇത് സംബന്ധിച്ചുണ്ടായിരുന്നു. കേരളം ആദ്യമായി ഇത് സംബന്ധിച്ചൊരു ചികിത്സാ പ്രോട്ടോകോൾ രൂപീകരിച്ച് പ്രസിദ്ധീകരിച്ചിരുന്നു. അത് അന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വാർത്ത നൽകിയതുമാണ്, കുറച്ചാഴ്ചകൾക്ക് മുൻപാണ്. ഇതുകൂടാതെ എന്തുകൊണ്ട് കേരളത്തിൽ
കൂടുതലായി നമ്മൾ ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കപ്പെടണം എന്നുള്ളത് തീരുമാനിച്ചു. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു മസ്തിഷ്ക ജ്വരം എൻകഫലൈറ്റിസ് ഉള്ളപ്പോ അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് കേരളം കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രമിക്കും. ഒന്ന് വൈറൽ പാനൽ എല്ലാം ടെസ്റ്റ് ചെയ്യും, അത് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ അടുത്ത പരിശോധന നടത്തും. അപ്പൊ അങ്ങനെയുള്ള അന്വേഷണത്തിലാണ് ഇത് അമീബയുമായി ബന്ധപ്പെട്ട് അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് ആണെന്നുള്ളത് കണ്ടെത്തിയത്. ഇതുകൂടാതെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു മീറ്റിംഗ് ഇത് സംബന്ധിച്ച് എടുത്തിരുന്നു. ചീഫ് സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഞാനും ഒക്കെ പങ്കെടുത്തൊരു മീറ്റിംഗ് ആണ്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ICMR-ന് ഒരു കത്തയച്ചിരുന്നു. ICMR-ന് കത്തയച്ചതിന്റെ കാരണം ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു പഠനം, ഗവേഷണം നടത്തണമെന്നുള്ളത് കേരളം തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഈ മേഖലയിലെ വിദഗ്ധർ രാജ്യത്ത് തന്നെ വളരെ ചുരുക്കമാണ്. അപ്പൊ ICMR-ന് ഡോക്ടർ രാജൻ കൊബ്രാഗഡെ അദ്ദേഹം അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സയന്റിസ്റ്റിനെ, ഒരു ഡോക്ടർ അനൂപ്, അദ്ദേഹത്തെ ICMR നിശ്ചയിക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം കേരളവുമായിട്ട് ഈ ഒരു പഠനം സംബന്ധിച്ചിട്ട് കോർഡിനേറ്റ് ചെയ്യുമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതിന് കൃത്യമായിട്ടുള്ള ഒരു സ്പെസിഫിക് മെഡിസിൻ എന്നുള്ളത് പറയാനായിട്ടില്ല, അങ്ങനെ പറയുന്നില്ല. ലോകത്ത് തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള ചികിത്സയുടെയോ അതിന്റെ ട്രീറ്റ്മെന്റ് സംബന്ധിച്ചിട്ടുള്ള ലിറ്ററേച്ചർ വളരെ കുറവാണ്. നമ്മൾ പല CDC ഉൾപ്പെടെ പല സ്ഥാപനങ്ങളിലും ഇതുമായിട്ട് ഇത് അന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് ഇക്കാര്യം നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒരു കൃത്യമായിട്ടുള്ളൊരു ലിറ്ററേച്ചർ ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൂടി കാണേണ്ടതായിട്ടുമുണ്ട്. അപ്പൊ ഇതിന് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന മെഡിസിൻ മിൽറ്റിഫോസിൻ ആണ്. മിൽറ്റിഫോസിൻ എന്ന് പറയുമ്പോൾ കേരളം നമ്മൾ ഉപയോഗിക്കാത്തൊരു മെഡിസിനാണ്. രാജ്യത്ത് അപൂർവമായി മാത്രമാണ് മിൽറ്റിഫോസിൻ ഉള്ളത്. കേന്ദ്ര സർക്കാരിന്റെ സെൻട്രൽ സപ്ലൈയിലുള്ള വളരെ അപൂർവമായിട്ടുള്ളൊരു മെഡിസിനാണ് മിൽറ്റിഫോസിൻ. അപ്പൊ ഇത് നേരത്തെ തന്നെ കുഞ്ഞുങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഈ മരുന്ന് ലഭ്യമാക്കണം എന്നുള്ളത് കേന്ദ്ര സർക്കാരിനോട് നമ്മൾ അഭ്യർത്ഥിച്ചിരുന്നു. അപ്പോൾ അന്ന് കുറച്ച് മെഡിസിൻ, രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് മെഡിസിൻ അന്ന് ലഭ്യമാക്കി. അതുകൂടാതെ പൊതു സമൂഹത്തിൽ നിന്ന് ഈ മരുന്ന് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് മരുന്നുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പം മിൽറ്റിഫോസിൻ ഇപ്പോൾ നിലവിൽ ചികിത്സയിലുള്ള എല്ലാവർക്കും മിൽറ്റിഫോസിൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത് അപൂർവമായി മാത്രം ഉള്ളത് എന്നുള്ളതാണ് ഈ മരുന്നിന്റെ പ്രൊക്യൂർമെന്റ് വിഷമകരമാക്കുന്നത്. പക്ഷെ എല്ലാ സാധ്യതയും ഉപയോഗിച്ചുകൊണ്ട് ഈ മരുന്ന് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അപ്പോ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് രോഗം കണ്ടുപിടിക്കുക, ചികിത്സിക്കുക. 2, ബോധവൽക്കരണ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് കണ്ടുപിടിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനു വേണ്ടി ഇതിനു മുൻപ് തന്നെ മാധ്യമങ്ങൾക്ക് പ്രസ് റിലീസും ഒക്കെ തന്നിരുന്നു. മാധ്യമങ്ങളിലൂടെ നിങ്ങളിൽ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും നല്ല പ്രാധാന്യത്തോടെ അത് കൊടുത്തിരുന്നു. അതിന് നന്ദി അറിയിക്കുന്നു. അന്ന് പറഞ്ഞിരുന്നത് മലിനമായത്, മൃഗങ്ങളെ കുളിപ്പിക്കുന്നതായിട്ടുള്ള, പായലുള്ളതായിട്ടുള്ള വെള്ളത്തിൽ കുളിക്കരുത് എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. അതായത് നമുക്ക് മൂക്കിൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ തലയ്ക്ക് ശസ്ത്രക്രിയ, ഹെഡ് ഇഞ്ചുറി ഒക്കെ ഉണ്ടായിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഈ രോഗം വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന് സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് കൂടിയുണ്ട്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകൾ കുളങ്ങളിലൊക്കെ കുളിക്കുന്നുണ്ട്. അപ്പൊ വൃത്തിയുള്ള കുളങ്ങളിൽ, വൃത്തിയാക്കപ്പെട്ട കുളങ്ങളിൽ കുളിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം നീന്തുകയോ കുളിക്കുകയോ ഇങ്ങനെ നമ്മൾ മുങ്ങി കുളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ചെവിയിലേക്കും മൂക്കിലേക്കും ഒക്കെ വെള്ളം കയറാതെ ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടി ഇതിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പ് ഒരു ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ ഒരു സന്ദേശം കൂടി പൊതുസമൂഹത്തിന് മുൻപാകെ വെച്ചിരുന്നു. അപ്പൊ ഇത്രയും പേഷ്യൻസിനെ ഞാൻ പറഞ്ഞു, ലോകത്ത് തന്നെ 11 പേരാണ് ഈ രോഗം ബാധിച്ചവർ രക്ഷപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൽ നമ്മൾ ഇതുവരെ 2 പേരെ രക്ഷപ്പെട്ടിട്ടുണ്ട്, 2 കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ചികിത്സയിലുള്ള
അവരിൽ ഒരു ഏതാണ്ട് സ്റ്റേബിളാണ്. ഒരാൾക്ക് ഇതിൽ ഞാൻ പറഞ്ഞു മരിച്ച ഒരു വ്യക്തി കൂടാതെ 6 കൺഫേംഡ് ആയിട്ടുള്ളത്. അതിൽ 5 പേരും ഈ കുളവുമായിട്ട് ബന്ധമുള്ളവരാണ്. പക്ഷെ 6ാമത്തെ ആൾ ആ പ്രദേശത്തുള്ള ആളല്ല, അദ്ദേഹം കുളത്തിൽ കുളിക്കുന്ന ആളല്ല. അപ്പൊ അത് കൃത്യമായി എന്തുകൊണ്ട് എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട്. അതില് ചില നിഗമനങ്ങൾ ഡോക്ടേഴ്സ് എത്തിയിട്ടുണ്ട്. പക്ഷെ അത് ഒന്നുകൂടി വെരിഫൈ ചെയ്തിട്ടാണ് അത് പറയാനായിട്ട് കഴിയുക. കാരണം അദ്ദേഹത്തിന് ഓൾട്ടേർഡ് സെൻസോറിയമാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ റിലേറ്റീവിൽ നിന്നാണ്, പക്ഷെ അദ്ദേഹം മെച്ചമായി വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ റിലേറ്റീവിൽ നിന്ന്, സഹോദരനിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു കൺക്ലൂഷൻ ഉള്ളത്. എന്നാൽ അദ്ദേഹത്തിൽ നിന്നുകൂടി അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്നുകൂടി വിവരം ലഭ്യമാകുന്ന മുറയ്ക്കാണ് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് കഴിയുക. ഈ പ്രദേശത്ത് അതിയന്നൂർ പഞ്ചായത്താണ്. ഈ പ്രദേശത്ത് 23-ന് ഡെത്ത് ഉണ്ടാകുന്നു. 24-ാം തീയതി തന്നെ പൊതുജനാരോഗ്യ ആക്ട് അതവിടുത്തെ ഓഫീസറായിട്ടുള്ള മെഡിക്കൽ ഓഫീസർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ട് ചേർന്ന് അവിടെ മീറ്റിംഗ് എടുക്കുകയും ആ കുളത്തിൽ ആരും കുളിക്കരുത് എന്നുള്ളതും അവിടെ ബോർഡ് സ്ഥാപിക്കുകയും അതോടൊപ്പം ഈ കുളത്തിൽ നിന്ന് പുറത്തേക്ക് വെള്ളം പോകുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അത് അന്ന് തന്നെ കണ്ടെത്തിയിരുന്നു. അപ്പൊ അവിടെ ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം മാത്രം, അത് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി അവർ സംവിധാനം ഒരുക്കി എന്നാണ് പറഞ്ഞത്. അതുകൂടാതെ അവിടെ ക്ലോറിന്റെ ചാക്കുകൾ ആ രീതിയിൽ വെച്ച് പുറത്തേക്ക് പോവുകയാണെങ്കിൽ അതിലൂടെ മാത്രം എന്നുള്ള നിലയിലേക്ക് അവിടെ ഒരു ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് DMOയും ഇന്ന് പ്രാദേശികമായി മെഡിക്കൽ ഓഫീസറും അറിയിച്ചത്. അപ്പോൾ ചുരുക്കത്തിൽ അമീബിക് മെനഞ്ചോ എൻകഫലൈറ്റിസ് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് കേരളം നമ്മുടെ ഈ ഒരു ട്രീറ്റ്മെന്റിലൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം ഏർലി ഡയഗ്നോസിസ്. ആദ്യം തന്നെ രോഗം കണ്ടുപിടിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യം രോഗം കണ്ടുപിടിക്കുക, ചികിത്സിക്കുക എന്നുള്ളതാണ്. ഈ ഫോസനാണ് മെഡിസിൻ. അപ്പൊ അതിന് കൃത്യമായി കുട്ടികൾക്ക് എത്ര ഡോസേജ്, മുതിർന്നവർക്ക് എത്ര എന്നുള്ളതൊക്കെ ഈ ചികിത്സാ പ്രോട്ടോകോളിൽ കൃത്യമായി തന്നെ മെഡിക്കൽ ബോർഡ് ശുപാർശ ചെയ്ത് ആരോഗ്യവകുപ്പ് അത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവും ഇറക്കിയിട്ടുണ്ട്. സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പൊതുവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ഒന്നുകൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പായൽ പിടിച്ചതും മലിനമായിട്ടുള്ളതും മൃഗങ്ങളെ കുളിപ്പിക്കുന്നതുമായിട്ടുള്ള കുളങ്ങൾ ദയവായി കുളിക്കാനായിട്ട് ഉപയോഗിക്കരുത് എന്നുള്ളത്. ഇനി ഇവിടെ നമ്മൾ കാണേണ്ടത് സ്ട്രോങ് ആയിട്ട് ഇൻഹെയിൽ ചെയ്തിരിക്കുകയാണ്. അതായത് നേരിട്ട് മൂക്കിലേക്ക് അല്ലെങ്കിൽ ബ്രെയിനിലേക്ക് എത്തത്തക്ക വിധത്തിലുള്ള ഒരു ഇൻഹലേഷൻ ഇവിടെ നടന്നിട്ടുണ്ട് ഈ കുളവുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിലെ ഒരു കേസ് ഒഴിച്ചുള്ള അല്ലെങ്കിൽ 1 or 2 കേസ് എന്നുള്ള നിലയിലാണ് എല്ലാ കേസുകളിലും അത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ കുളത്തിൽ തന്നെ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ട്രേസ് ചെയ്ത കുറെ പേരാണ് ഉള്ളത്, അത് അങ്ങനെ അല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി അറിയിക്കണം. കാരണം നേരത്തെ ട്രീറ്റ് ചെയ്താൽ ഇപ്പൊ തലവേദനയുള്ളവരൊക്കെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തപ്പോൾ അവർ ആദ്യം തന്നെ മെഡിക്കൽ കോളേജിലെത്തി. അതുകൊണ്ടാണ് അത് മരുന്ന് കൊടുത്തിട്ട് കൃത്യമായി ചികിത്സ ഉറപ്പാക്കാൻ കഴിയും. ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി അറിയിക്കണം. ട്രീറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഈ മരുന്ന് ഉപയോഗിച്ച് കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കാനായിട്ട് കഴിയും. ഒരു അപകടാവസ്ഥയിലേക്ക് പോകാതിരിക്കുന്നതിന് ചികിത്സയിലൂടെ നമുക്ക് സാധിക്കും. അതുകൂടാതെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ കുളിക്കുന്നവർ നേസൽ ഇഞ്ചുറിയോ അല്ലെങ്കിൽ ശസ്ത്രക്രിയയോ ഹെഡ് ശസ്ത്രക്രിയൊക്കെ തലയ്ക്ക് ശസ്ത്രക്രിയ ചെയ്തിട്ടുള്ളവർ ദയവായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം മുക്കിലൂടെയും ചെവിയിലൂടെയും വെള്ളമകത്തേക്ക് കയറാതെ അതിനൊരു മുൻകരുതൽ കൂടി എടുക്കുക എന്നുള്ളതാണ്. പൊതുവിൽ ഈ കാര്യങ്ങളാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഒരു അമീബയുടെ സാന്ദ്രത ഈ പഠനത്തിന്റെ ഭാഗമായി ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മളൊരു ഗവേഷണം നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണമല്ലോ എന്തുകൊണ്ടാണ്. ഇപ്പൊ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടാണ് അത് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു പഠനം ഒരിടത്തും നടന്നിട്ടുള്ളതായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ തന്നെ അതിന് മുൻകൈ എടുക്കുകയാണ്. അതുകൊണ്ടാണ് ICMR-ന് കത്തയച്ചത്. ICMR-ന്റെ ഒരു മറുപടി ലഭിച്ചിട്ടുണ്ട്. ഒരു അമീബയുടെ സാന്ദ്രത കൂടി അത് തെരഞ്ഞെടുക്കപ്പെട്ട ഇത്തരത്തിലുള്ള കുളങ്ങളിലേക്ക് അമീബയുടെ സാന്ദ്രത കൂടി പരിശോധിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതൊരു ലോങ് ടൈമിലേക്കുള്ള ഒരു കുറച്ച് നാളെടുക്കുന്ന ഒരു സ്റ്റഡിയാണ്. അത് ആരോഗ്യവകുപ്പ് മാത്രമല്ല, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് വിഭാഗം ഒക്കെ അങ്ങനെയുള്ള പല വിഭാഗങ്ങൾ ചേർന്നുള്ള സംയുക്തമായിട്ടുള്ള പഠനമാണ് ഇതിനാവശ്യമായിട്ടുള്ളത്.
അത് നടത്തണം എന്നുള്ളതാണ് സർക്കാർ ആലോചിക്കുന്നത്. അതെ, ഈ വാട്ടർ ബോഡിയല്ല, വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഉള്ളത്. അത് നമുക്കത് കൃത്യമായ, കാരണം അദ്ദേഹം അത് പറയുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഇന്ന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തോട് സംസാരിക്കാം. ഡോക്ടേഴ്സാണ് സംസാരിക്കുന്നത്. ഡോക്ടേഴ്സ്, അത് ഡോക്ടർ അരവിന്ദ്, അദ്ദേഹമാണ് മെഡിക്കൽ കോളേജിൽ അതിന്റെ ചികിത്സയുടെ ചുമതലയുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും സംസാരിച്ച് ആ കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു വ്യക്തത വന്നിട്ട് നമുക്ക് ആ കാര്യം പറയാം. ആദ്യം ഒരു സാമ്പിളാണ് പരിശോധിച്ചത്. അപ്പൊ നമ്മൾ കാണേണ്ടത്, പക്ഷെ അതിൽ അമീബയുടെ സാന്നിധ്യം ആദ്യ സാമ്പിളിൽ അവർ കണ്ടെത്തിയില്ല. അതിന്റെ അർത്ഥം അതിൽ അമീബ ഇല്ലെന്നുള്ളതല്ല. എല്ലാ വാട്ടർ ബോഡീസിലും അമീബ ഉണ്ട്, എല്ലാ വാട്ടർ ബോഡീസിലും ഉണ്ട്. പക്ഷേ ഇതിൽ ഇപ്പോൾ നമ്മൾ എൻവയോൺമെന്റൽ സാമ്പിൾസിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ പരിശോധനയ്ക്ക് എടുക്കുമ്പോൾ ഒരു ഹ്യൂമൻ സാമ്പിൾ പരിശോധിച്ച് അതിൽ നിന്ന് കണ്ടുപിടിക്കുന്നതിനേക്കാൾ വളരെ പ്രയാസകരമാണ് ഒരു എൻവയോൺമെന്റൽ സാമ്പിളിൽ നിന്ന് നമ്മൾ ഒരു കാര്യം കണ്ടെത്തുക എന്നുള്ളത്. അപ്പൊ കൂടുതൽ ആവർത്തിച്ച് സാമ്പിളുകൾ എടുത്ത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ വെള്ളം തന്നെ എടുത്ത് അതില് ചില പ്രക്രിയകളിലൂടെ കടത്തി വിട്ട് അതിനുശേഷം സെൻട്രിഫ്യൂഗ് അല്ലെ, അതിനുശേഷം അത് പരിശോധനയ്ക്ക് നമ്മളിപ്പോ എടുക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. ആ രീതിയിൽ കൂടി എടുക്കും. കാരണം അമീബയുടെ സാന്നിധ്യം ആ രീതിയിലാണ് കണ്ടുപിടിക്കാൻ കഴിയുക എൻവയോൺമെന്റൽ സാമ്പിളിൽ നിന്നെന്ന് പറയുന്നുണ്ട്. അപ്പൊ ശാസ്ത്രജ്ഞർ, എക്സ്പേർട്സ്, ഹെൽത്ത് എക്സ്പേർട്സ് പറയുന്നതനുസരിച്ച് അതിനനുസരിച്ചിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള നടപടികൾ നടക്കും. അതെ, അത് പൊടിയോ പുകയോ, ഞാൻ ജനറൽ ആയിട്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പൊടിയോ പുകയിലയോ ഈ വെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇൻഹെയിൽ ചെയ്യുക, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ട്രോങ് ഇൻഹലേഷൻ ആണ്, നേരിട്ട് അത് വരുന്ന ഒരു സാഹചര്യമാണ്. മൂക്കിലേക്ക് ഇത് വലിച്ചു കയറ്റുന്ന ഒരു സാഹചര്യം, അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒഴുകിക്കളയാൻ ആരോഗ്യവകുപ്പ് പറഞ്ഞിട്ട് എത്രയും വേഗം ആ കുളത്തിൽ നിന്ന് വെള്ളം ഒഴുകിക്കളയാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത് പ്രദേശവാസികൾ ഇല്ല. ഇതിലെ പൊതുവിൽ നമുക്ക് ആശങ്കകൾ ഉണ്ടാകും. ഞാൻ ഡേറ്റ് സഹിതമാണ് പറഞ്ഞത്. പ്രാദേശിക തലത്തിൽ പൊതുജനാരോഗ്യ ആക്ട് പ്രകാരം മെഡിക്കൽ ഓഫീസറാണ്, ഇവിടെ CHC ഉണ്ട്. CHCയിലെ മെഡിക്കൽ ഓഫീസറാണ് വെൺപകൽ CHCയിലെ മെഡിക്കൽ ഓഫീസറാണ് 24-ാം തീയതി ഇതിനോടടുത്തുള്ള ഒരു ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ, ഒരു സബ് സെന്ററിൽ അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ യോഗം ചേർന്നത്. അന്ന് തന്നെ അവിടെ ബോർഡ് വെച്ചതായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് സംബന്ധിച്ച് അതുപോലെ ഫെൻസ് ചെയ്യുക. അപ്പൊ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയർ ആണ്. ആരോഗ്യവകുപ്പ് ഒരിക്കലും വെള്ളം ഒഴിച്ചു കളയാൻ ശ്രമിക്കില്ല, അത് നമ്മുടെ ഉത്തരവാദിത്തമല്ല. ആരോഗ്യ വകുപ്പ് രോഗം കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും ചെയ്യും, ബോധവൽക്കരണ പ്രവർത്തനം നടത്തുകയും ചെയ്യും. അത് വളരെ കൃത്യമായി ചെയ്യുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന്റെ കൂടി ഒരു എവിഡൻസ് ആണല്ലോ അവിടെ മീറ്റിംഗ് ചേർന്നിരുന്നത്. ഇല്ല, ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് പ്രാദേശികമായി തന്നെ അത് അഡ്രസ് ചെയ്യും. അത് DMO ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യം, ഞാൻ പറഞ്ഞു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്, ഒരു ആൾക്ക് രോഗമുണ്ടായി വന്നപ്പോൾ കാർഡിയാക് അറസ്റ്റും ഉണ്ടായി എന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്, കാഷ്വാലിറ്റി എമർജൻസി മെഡിസിനിൽ വന്നപ്പോൾ തന്നെ. അപ്പോ നമ്മളിത് അന്വേഷിക്കുന്നു, എന്തുകൊണ്ട് രോഗമുണ്ടായി, അത് ശരി കഴിഞ്ഞു, അങ്ങനെയല്ല, എന്തുകൊണ്ട് രോഗമുണ്ടായി എന്നുള്ള അന്വേഷണത്തിലാണ് രോഗസാധ്യതയുള്ള ബാക്കിയുള്ളവരെ മുഴുവൻ കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഇനീഷ്യൽ സ്റ്റേജിൽ അവരെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത്. ആ തുടക്കഘട്ടത്തിൽ ആ തലവേദനയോടെയോ കഴുത്തിന് പുറകിലെ ആ വേദനയോടുകൂടിയോ അവർക്ക് ആ പ്രാഥമിക ലക്ഷണത്തിൽ അവർ ആശുപത്രികളിൽ അവരെത്തിയതു, അവരെ ഇൻഫോം ചെയ്തു. 33 പേർ ആ കുളത്തിൽ കുളിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ രീതിയിൽ സ്ട്രോങ് ഇൻഹലേഷൻ നടത്തിയവർ, അവരെ ഐഡന്റിഫൈ ചെയ്തതുകൊണ്ടാണ് അവർക്ക് കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് ഉറപ്പാക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ കൂടുതലായിട്ട്
ഇവിടെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായേനെ. പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ കൂടുതൽ ഈ ആളുകൾക്ക് ജീവാപായം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. കൃത്യമായ ഇടപെടൽ ആരോഗ്യവകുപ്പ് നടത്തിയിട്ടുണ്ട്. പ്രാദേശികമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ ആ രീതിയിൽ തന്നെ അവർ നോക്കും. അങ്ങനെ നിരീക്ഷണത്തിലല്ല. ഈ 33 വെള്ളം ഉപയോഗിക്കുന്നവർക്ക് എന്തെങ്കിലും രോഗലക്ഷണം ഉണ്ടെങ്കിൽ ഇതൊരു പകർച്ചവ്യാധിയല്ല. അത് ആദ്യമേ പറയട്ടെ, ഇതൊരു പകർച്ചവ്യാധിയല്ല. രോഗലക്ഷണങ്ങൾ ഉള്ളവർ ദയവായിട്ട് ആരോഗ്യവകുപ്പിനെ അറിയിക്കണം എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ നിപ്പ കേസിലൊക്കെ ഉള്ളതുപോലെ അവരെ നിരീക്ഷണത്തിലാക്കുകയോ ഐസൊലേഷനിലാക്കുകയോ അങ്ങനെയല്ല. അവരിൽ നിന്ന് പ്രാദേശികമായി കളക്ട് ചെയ്ത പ്രദേശവാസികളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ച് അവരെ അറിയിച്ച് അവർക്ക് തലവേദനയോ പനിയോ മറ്റ് ലക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്നുള്ളത് പറഞ്ഞ് ആ രീതിയിലാണ് ഈ അമീബിക് മെനിഞ്ചോഎൻകെഫലൈറ്റിസിന്റെ മറ്റാർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഈ പർട്ടിക്കുലർ കേസുമായിട്ടും അല്ലെങ്കിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് ആ പ്രവർത്തനമാണ് ആരോഗ്യവകുപ്പ് നടത്തുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്കുള്ള ചികിത്സയിലുള്ളവർക്ക് ഇപ്പൊ 3 പേർ കൂടി 2 പേർ അല്ലാതെയുണ്ട്. അതായത് ഇവിടുത്തെ 7 പേരും ഒരു 2 കുട്ടികൾ വടക്കൻ കേരളത്തിൽ, അങ്ങനെ 9 പേരാണ് സ്റ്റേറ്റിൽ മുഴുവൻ ചികിത്സയിലുള്ളത്. ആ 9 പേർക്കുള്ള മെഡിസിൻ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ കേന്ദ്ര സർക്കാരിനെ നമ്മൾ അറിയിക്കുന്നുണ്ട്. ഈ മിൽറ്റോഫോസിൻ എന്നുള്ളത് അപൂർവമായ മെഡിസിൻ നമുക്ക് ലഭ്യമാകുന്നതല്ല. നമ്മൾ ചില ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുമായിട്ട് നേരിട്ട് KMCയിൽ സംസാരിക്കുന്നതിന് ശ്രമിച്ചു. അപ്പോൾ അവർ സെൻട്രൽ സപ്ലൈ വഴിയാണ് തരിക എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ കേന്ദ്രം ഇപ്പൊ ഇന്നിപ്പോൾ ADHS പറഞ്ഞത്, അഡീഷണൽ ഡയറക്ടർ പറഞ്ഞത് കുറച്ച് മരുന്നുകൾ കൂടി നൽകാമെന്നുള്ളത് കേന്ദ്രം പറഞ്ഞു എന്നാണ്. അപ്പോൾ കേന്ദ്രത്തോട് നമ്മൾ കൂടുതൽ മരുന്നുകൾ ചോദിക്കുന്നുണ്ട്. അതുകൂടാതെ നേരത്തെ നമുക്ക് കിട്ടിയ ഇതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ജർമ്മനിയിൽ നിന്നാണല്ലോ നമുക്ക് മരുന്ന് എത്തിച്ചത്. അപ്പൊ അതുപോലെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് അതും കൂടി നമ്മൾ അതിന്റെ സാധ്യതയും തേടും. വർഷങ്ങളായ വൃത്തിയാക്കാത്ത ക്ഷേത്രകുളങ്ങളിൽ യാതൊരു സുരക്ഷാ മാനദണ്ഡമില്ലാതെ നീന്തൽ പരിശീലനം നടക്കുന്നത്. അവിടെ ഈ സാധ്യതയില്ല. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് പൊതുവിൽ ഈ ഒരു അഭ്യർത്ഥന നടത്തുന്നത്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആരോഗ്യവകുപ്പിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. കുളങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. വൃത്തിയായ കുളങ്ങളിൽ നീന്തുക, മുങ്ങുന്നതൊക്കെ അങ്ങനെയുള്ള കുളങ്ങളിലായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മലിനമായിട്ടുള്ളത്, പായലുള്ളത്, മൃഗങ്ങളെ കുളിപ്പിക്കുന്നത് അങ്ങനെയുള്ള കുളങ്ങളിൽ ദയവായിട്ട് കുളിക്കരുത്. ഈ മലിനമായിട്ടുള്ള ജലമാണെങ്കിൽ അവിടെ ഇങ്ങനെ ഇതൊക്കെ കൂടുതലായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നതിനുള്ള സാധ്യതകൾ ഉണ്ടാകാം. അതാണ്. ഈ ഒരുപാട് അന്വേഷണങ്ങൾ ഇപ്പോ സർക്കാർ തലത്തിൽ പലതലത്തിൽ, അതോടൊപ്പം പല മാധ്യമ സ്ഥാപനങ്ങളും പറയുകയുണ്ടായി 100 കണക്കിന് കോളുകളാണ് വരുന്നത് എന്നുള്ളത്. വാസ്തവത്തിൽ അതൊരു നമ്മൾ കാണേണ്ടത്, ഈ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ വളരെ ചുരുക്കം കുഞ്ഞുങ്ങളാണ്. അവരെല്ലാവരും തന്നെ അച്ഛന്റെയോ അമ്മയുടെയോ കുടുംബങ്ങളുടെ സംരക്ഷണം ഉള്ളവരാണ്. അതായത് സർക്കാരിന്റെ ദത്തെടുക്കൽ നടപടികളിലേക്ക് അല്ലെങ്കിൽ സർക്കാരിന്റെ ഏറ്റെടുക്കൽ നടപടികളിലേക്കോ ആ ഏറ്റെടുക്കലിന് ശേഷം ദത്തെടുക്കലിലേക്കോ വരേണ്ട ഒരു കുഞ്ഞും ഇപ്പോൾ അവിടെ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകാതെ ഇരിക്കട്ടെ. അതോടൊപ്പം 2 കുഞ്ഞുങ്ങൾ 5 വയസ്സ് പ്രായമുള്ളവർ, ബാക്കി ഉള്ള കുഞ്ഞുങ്ങൾ മുതിർന്നവരാണ്. 16 ഒക്കെ വയസ്സുള്ള കുട്ടികളാണ്, 14 വയസ്സുള്ള. അവരുടെ കുടുംബങ്ങളിലാണുള്ളത്. ഒന്നിൽ അച്ഛന്റെ കുടുംബത്തിൽ അല്ലെ അമ്മയുടെ കുടുംബത്തിൽ, അവരുടെ സംരക്ഷണയിലാണ് ഉള്ളത്. ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാമെന്ന് പറയുന്നത് ഹൃദയത്തിന്റെ നന്മയാണ്, അത് ഹൃദയ വിശാലതയാണ്. അതിന് പ്രത്യേകമായി നന്ദി പറയുന്നു. പക്ഷെ ഈ ഒരു കാര്യം കൂടി, അതായത് അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലുള്ള കുഞ്ഞുങ്ങൾ അവിടെ ഇല്ല. അതുകൊണ്ട് ദയവായി ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടി ഞാൻ കാണുന്നു. അവിടെ ഇന്ന ആളുകൾ തയ്യാറാണ്, പക്ഷെ അങ്ങനെ കുഞ്ഞുങ്ങളില്ല. ഇനി സർക്കാരിന്റെ ദത്തെടുക്കൽ നടപടികൾ സംബന്ധിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പൂർണ്ണമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടികളാണ് അതിലുള്ളത്. അത് നിയമപരമായി മാത്രമാണ് അത് സാധ്യമാകുക. പക്ഷെ വയനാട്ടിലെ പ്രത്യേക സാഹചര്യം ഈ ഞാൻ പറഞ്ഞതാണ്. ശരി, താങ്ക് യു.